CBSE 10th സയൻസിലെ Chapter-1 നമ്മൾ നന്നായിട്ട് നോക്കിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കുകയാണ്. ഈ കെമിസ്ട്രി എസ്പെഷ്യലി ഫസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രി ആണ്. അപ്പം ഈ കെമിസ്ട്രി ബേസ്ഡ് ചാപ്റ്റേഴ്സിലെ എക്സാം ബേസ്ഡ് ആയിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അതായത് CBSE എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് കെമിക്കൽ ഫോർമുലാസ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഓരോരോ കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് കുറച്ച് കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ടോപ്പിക്ക് പഠിക്കുമല്ലോ, അതിനെ ബേസ് ചെയ്ത് ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ കെമിക്കൽ ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതും ബേസ് ചെയ്തിട്ടായിരിക്കും അവർ മിക്സ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ടെക്സ്റ്റിലുള്ള കെമിക്കൽ ഫോർമുലാസ് മാത്രമല്ല, കെമിക്കൽ ഫോർമുലാസ് കെമിക്കൽ റിയാക്ഷൻസ് മാത്രമല്ല, ചിലപ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട് ഉള്ള കെമിക്കൽ ഫോർമുലാസ് കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് ഇത്രയും ഒരു കെമിക്കൽ ഫോർമുലാസും കെമിക്കൽ ഇക്വേഷൻസും ജസ്റ്റ് ഒന്ന് നോക്കി അതിനെ കുറിച്ചൊന്ന് പരിചയപ്പെട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കൂടുതൽ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഇത്രയും ഇക്വേഷൻസും ഇത്രയും കെമിക്കൽ ഫോർമുലാസും അത്യാവശ്യം നല്ല രീതിയിൽ കെമിക്കൽ ഇക്വേഷൻസ് ഫുൾ ആയിട്ട് ബൈഹാർട്ട് ചെയ്തില്ലെങ്കിൽ കെമിക്കൽ ഫോർമുലാസ് ഓരോ സിൽവർ നൈട്രേറ്റ് AgNO3 ആണ്, അതിനെ കുറിച്ചെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. When a copper wire was left in silver nitrate solution for some time, it was observed that the solution turned bluish green. Explain. Write balanced chemical equation. So first നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കോപ്പർ വയർ കോപ്പർ വയർ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷന്റെ ഫോർമുല നമ്മൾ സെക്കൻഡ് ഇതിനാണ് ബാലൻസ് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് അത് തന്നെ മൈൻഡിൽ വരണം. അത് AgNO3. ഓക്കെ, ഇത് നമ്മള് വർക്ക് സ്പേസ് ആയിട്ട് ജസ്റ്റ് എഴുതിയില്ല. അപ്പൊ കുറച്ച് സമയം ഇത് ചെയ്ത സമയത്ത് അത് ഒബ്സർവ് സൊല്യൂഷൻ ടൈം ഇൻറ്റു ബ്ലൂയിഷ് ഗ്രീൻ. അപ്പം ഒരു ചേഞ്ച് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്ത് ചേഞ്ച് ആണ് സംഭവിച്ചത്, അത് എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ വിത്ത് ഒബ്സർവേഷൻ. എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? നോർമലി ഉണ്ടായിരുന്നത് ഒരു കോപ്പർ വയർ ആയിരുന്ന സാധനം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, അതിന്റെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷന്റെ കളർ ബ്ലൂയിഷ് ഗ്രീനിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഈ AG അല്ലെങ്കിൽ സിൽവറിനെക്കാളും റിയാക്റ്റീവ് ആണ് നമ്മുടെ കോപ്പർ. ഈ കോപ്പർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ചെയ്ത് ഇവിടെ പോയി, അതായത് ഈ കോപ്പർ AG ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് CuNO3 ട്വൈസ് ആണ്, C ഇങ്ങോട്ടോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. അതാണ് ഈ ഒരു ഏരിയ, അതായത് എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കേണ്ടത്. അതായത് ഒരു പാരഗ്രാഫ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 2 സെന്റൻസ് ആയിട്ട് എഴുതി വെക്കുമ്പോൾ ഈ ഇതിലുള്ള മാക്സിമം മാർക്ക് നമുക്ക് കിട്ടും. നെക്സ്റ്റ് റൈറ്റ് ദി ബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസ്ഡ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ബോക്സിൽ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒക്കെ അത്യാവശ്യം തറവായിട്ടുണ്ടെങ്കിൽ ഫ്രീക്വന്റ്ലി ഒക്കെ കണ്ട് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ അതിനനുസരിച്ച് ഒരു ബോക്സ് വരച്ചിട്ട് എളുപ്പം തന്നെ നമുക്കത് എഴുതാവുന്നതാണ്. പക്ഷെ നമുക്ക് നോർമലി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ ചെയ്യും. നോർമൽ ബോക്സ് നമ്മൾ വരച്ച് ബോക്സ് വരയ്ക്കുമ്പോൾ ആദ്യം Cu പ്ലസ് AgNO3 gives CuNO3 twice plus H. ഓക്കെ, അപ്പം LHS ഉം RHS ഇവിടെ ഒരു LHS RHS എന്താ 1, N LHS 1, RHS 2, O LHS 1, LHS 3, RHS 6. ഓക്കെ, പിന്നെ AG LHS 1, RHS 1. ഓക്കെ, അപ്പം ഇതിന്റെ രണ്ടിനും 2 വന്നു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. അപ്പം 2. അപ്പം ഇവിടെ ഒരു 2 ഇടുന്നു. അപ്പൊ നെക്സ്റ്റ് കോളം വരുമ്പോൾ Cu1 N വരുന്ന 2 വന്നു, O1 6. ഇപ്പം AG എന്ത് പറ്റി? AG 2 അല്ല 2 ഇവിടെ 2 വന്നു, ഇവിടെ 1. സോ ഇവിടെ ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ 2 എടുത്തു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ഇക്വേഷൻ. പക്ഷെ അതായത് ഈ ഇക്വേഷൻസ് ഒക്കെ അത്യാവശ്യം നമ്മൾ നോക്കി വെച്ചേക്കണം. എന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വന്നു ഓർമ്മ വന്നാൽ പോലും CU
NO3 നമ്മൾ അങ്ങ് ഇട്ടുകളയും. അങ്ങനെ അങ്ങനത്തെ പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിരിക്കണം നമ്മള് ഇതേപോലെ ക്വസ്റ്റ്യൻ അത്യാവശ്യം നമ്മൾ ഈ ഇത് മനഃപ്പാടമാക്കിയില്ലെങ്കിൽ പോലും ജസ്റ്റ് നോക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാം ക്വസ്റ്റ്യൻസിൽ വരുമ്പോ ഇവിടെ CU-ന് വരുന്ന സമയത്ത് 2 ആയിരിക്കും പല സ്ഥലത്തും വരുന്നത്, അല്ലെങ്കിൽ NO3 വരുന്ന സമയത്ത് CU-NO3 ആയിട്ട് നിൽക്കുന്നത് അതിന്റെ കൂടെ 2 കാണും എന്ന രീതിയിൽ നമുക്ക് നോക്കാം. അതായത് ഇത് എന്തുകൊണ്ടാണ് ഒരു NO3 വരാതെ 2 NO3 വരുന്നത് എന്നൊക്കെ നമുക്ക് വേറെ പ്ലസ് 2 അതുപോലത്തെ ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി, എന്നാലും നമുക്ക് എളുപ്പം എക്സാമിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. കൂടുതൽ തിങ്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് സമയം വേണം. അപ്പം എക്സാം ബേസ്ഡ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാം. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് X is used for testing carbon dioxide. Write the equation of reaction of X with carbon dioxide. How is X obtained? Write chemical equation. അതായത് ഈ X എന്ന് പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ സബ്സ്റ്റൻസ് എന്താ, രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ആ സബ്സ്റ്റൻസ് എങ്ങനെ അത് ഒപ്റ്റെയിൻ ചെയ്യുന്നു, അതിന്റെ കെമിക്കൽ ഇക്വേഷൻ കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോ CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ അതിന്റെ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട വൈറ്റ് വാഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് വൈറ്റ് വാഷിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചുവരിൽ പഴയ കാലങ്ങളിൽ ചുവരിൽ കുമ്മായി അടിക്കുക എന്നൊക്കെ പറയുന്നു. അപ്പോ അതാണ് ഇതിന്റെ ഈ ഒരു CO2-ന്റെ ഈ ഒരു സബ്സ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് ഇവിടെ ഈ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സൊല്യൂഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതായത് CaOH ട്വൈസ്. ഇതാണ് ഈ എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. ഈ എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അതിനെ അതായത് സ്ലാക്കഡ് ലൈം എന്നൊക്കെ പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസ് ആണ്. അത് CO2-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയും. കാൽഷ്യം കാർബണേറ്റ് എന്താ, കാൽക്കോത്രി നമുക്ക് എളുപ്പം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. കാൽക്കോത്രി കാൽഷ്യം കാർബണേറ്റ്, ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. അപ്പം ഇക്വേഷൻ വന്നിട്ട് CaOH ട്വൈസ് പ്ലസ് H2O, അതായത് സൊല്യൂഷൻ H2O അല്ല സോറി ഇതുണ്ടാകും. നമ്മുടെ CO2 gives കാക്കോ3 അതിന്റെ കൂടെ തന്നെ H2O. ഇതാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, PP. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതിനെ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇതിനെ മാനുഫാക്ചർ അതായത് ഇത് നമ്മൾ സ്ലാക്കഡ് ലൈം എന്നൊക്കെ പറയും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനെ ഉണ്ടാകുന്ന നമ്മൾ കുമ്മായം കലക്കി വെള്ളമൊഴിച്ച് കലക്കി എടുക്കുകയാണ്. അതായത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷനിലൂടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി, അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. CaO പ്ലസ് H2O gives CaOH twice. അതിൻ്റെ നിന്ന് ഹീറ്റ് എമിറ്റ് ചെയ്യും, എക്സോതെർമിക് റിയാക്ഷൻ. സോ ഇത് രണ്ടുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻസിൽ നമ്മൾ മെയിൻലി ഈ ഇക്വേഷൻ അത്യാവശ്യം, അതായത് ഇതുപോലുള്ള പല അതായത് 3 മാർക്കിന്റെ ആണെങ്കിലും 5 മാർക്കിന്റെ ആണെങ്കിലും ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഇക്വേഷൻസ് നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് അടുത്ത 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് mention with reason the color changes observed when silver chloride is exposed to sunlight. A piece of zinc is dropped in copper sulfate solution. ഫസ്റ്റ് നമുക്ക് എ പാർട്ട് നോക്കാം, പിന്നെ ബി പാർട്ട് നോക്കാം. എ പാർട്ടില് ആദ്യം അതായത് 2 കേസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ 2 കേസസിന്റെ അകത്ത് കളർ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ആ കളർ ചേഞ്ചസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ റീസൺ വെച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് അതിന്റെ പിന്നെ കുറച്ചുകൂടെ ഉണ്ട് അതിന്റെ എന്താ പറയാ റിയാക്ഷൻ എന്താണെന്ന് നമ്മളത് കാണിക്കും. സോ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ സിൽവർ ക്ലോറൈഡ് എക്സ്പോസ് ടു സൺലൈറ്റ്. ഈ സിൽവർ ക്ലോറൈഡ് അതായത് AgCl, അതേപോലെ സിൽവർ ബ്രോമൈഡ് AgBr, ഈ 2 സാധനവും
എന്താ പറയുക ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അതായത് സൺലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് ആവും. എജിയും ബി ആർ ബ്രേക്ക് ആവും, എജിയും സി എൽ ബ്രേക്ക് ആവും. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? എ ജി സി എൽ എന്ന് പറയുന്ന സാധനം ബ്രേക്ക് ആയിട്ട് എ ജി പ്ലസ് സി എൽ 2. അതായത് ഇവിടെ നമ്മൾ ബാലൻസിംഗ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2 ഇട്ട് ഇവിടെ 2 ഇടും. ലൈക്ക് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 ഇല്ല. അപ്പം ഈ സി എല്ലിന് വേണ്ടി ഒരു 2 ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ എ ജിക്ക് ഒരു 2 ഇവിടെ എ ജി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് 2 മോളിക്യൂൾസ് ആവും. അപ്പം ഇത് ബാലൻസ്ഡ് ആവും, ഇത് ബാലൻസ്ഡ് ആവില്ല. അപ്പം ഇവിടെ 2 കൊടുക്കും, ഇവിടെ 2 കൊടുക്കുമ്പോൾ ഇത് ബാലൻസ്ഡ് ആവും. നമ്മൾ നോർമലി നേരത്തെ നോക്കി ബാലൻസ്ഡ് ഇക്വേഷൻസിൽ അത് സംബന്ധിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന്റെ റീസണും എന്താണ്? അത് റീസൺ എന്താ? സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ ഒരു സബ്സ്റ്റൻസ് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതിന് വൈറ്റ് ആണ് കളർ, ഇത് മാറിയിട്ട് ഒരു ഗ്രേയിഷ് വൈറ്റിലോട്ട് പോകും. സോ അതായത് എ ജി ബി ആർ, എ ജി സി എൽ എന്ന് പറയുന്ന ഈ രണ്ട് സബ്സ്റ്റൻസ് നമുക്ക് പഴയ ഫിലിം ക്യാമറ ഇല്ല, മറ്റേ ഫിലിം ക്യാമറ, അതിന്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതായത് ഏതൊക്കെ പോർഷനിൽ ലൈറ്റ് അടിക്കുന്നോ അവിടെ ഈ റിയാക്ഷൻ നടക്കും, മറ്റേ സ്ഥലങ്ങളിൽ റിയാക്ഷൻ നടക്കത്തില്ല. ഇങ്ങനെ നമുക്ക് നെഗറ്റീവ്സ് എടുക്കും, അതിനനുസരിച്ച് നമുക്ക് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് സെക്കൻഡ് piece of zinc is dropped in copper sulfate solution. സോ നമ്മുടെ സിങ്ക് എന്ന് പറയുന്ന സാധനം ഇസഡ്, അപ്പം ഇസഡ് സിങ്ക് എന്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് ഒഴിക്കുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് നമ്മൾ ഇട്ട് വയ്ക്കും. അപ്പൊ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് CuMgNO3. അപ്പം കോപ്പർ എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടെ റിയാക്റ്റന്റ് ആണ്. അതേപോലെ തന്നെ സിങ്ക് എന്ന് പറയുന്ന സാധനം ഇവിടെ കുറച്ചും കൂടെ റിയാക്റ്റന്റ് ആണ് കോപ്പറിനേക്കാൾ. അപ്പം റിയാക്റ്റീവ് ആണ്. അപ്പം ഈ കോപ്പറിന് ഇത് സിൽവർ ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? അതായത് നമ്മളൊരു സൊല്യൂഷന്റെ അകത്ത് ഏതെങ്കിലും റിയാക്ഷൻ ആ സൊല്യൂഷന്റെ അകത്തുള്ള സാധനത്തിനേക്കാൾ കൂടുതൽ റിയാക്ഷൻ ആയിട്ടുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മെറ്റൽ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെറ്റലിനെ എടുത്ത് കളഞ്ഞിട്ട് ഇവൻ വന്ന് അവിടെ ഇരിക്കും. അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പം ZSO4 ഈ ഒരു സംഭവത്തിന് പ്രത്യേകത ഇത് കളർലെസ് ആണ്. സോ ഇതെന്ന് പറയുമ്പോൾ ഇതൊരു ബ്ലൂ കളറായിട്ട് വരും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബ്ലൂ സൊല്യൂഷൻ ആയി വരും. അപ്പം അതിൽ നിന്ന് കളർലെസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് അത് മാറും. ഓക്കെ, സോ ഇത് രണ്ടാണ് ഈ ഫസ്റ്റ് സെക്ഷനിലുള്ള ആൻസേഴ്സ്. അപ്പം ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് എലാബറേറ്റഡ് ആയിട്ടും കൂടെ എഴുതണം. അതിന്റെ കാരണങ്ങൾ, ഈ ഒരു ഷിഫ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ അത്യാവശ്യം എലാബറേറ്റഡ് ആയിട്ട് എഴുതണം. അതിന്റെ കൂടെ ഈ ഒരു ഇക്വേഷൻ, അതായത് ഇക്വേഷൻ വളരെ പ്രധാനമാണ് കെമിസ്ട്രിയിൽ. അതായത് ഇക്വേഷനിലാണ് ഇപ്പം ടീച്ചേഴ്സ് മാർക്ക് ഇട്ടാണ്. ഇക്വേഷൻ അതിന്റെ കൂടെ കുറച്ചും കൂടി എഴുത്തും കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫുൾ മാർക്ക് അപ്പം തന്നെ വീഴും. സോ ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മൾ കെമിസ്ട്രിയിൽ എപ്പോഴും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇക്വേഷൻ എഴുതാതെ നമ്മൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാർക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ നെക്സ്റ്റ് ഒരു സ്മാൾ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ കളർ ഓഫ് precipitate lead nitrate സൊല്യൂഷനും പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷനും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കളർ വരുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലെഡും പൊട്ടാസ്യം കൂടി മിക്സ് ആയിട്ട് ലെഡ് അയഡൈഡ് എന്ന് പറയുന്ന ഒരു ഫോർമുല, അതായത് PBI. അത് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ചില സ്ഥലങ്ങളിൽ വരാറുണ്ട്. PBI എന്ന് പറയുന്ന സാധനം ഒരു യെല്ലോ സബ്സ്റ്റൻസ് ആണ്. അപ്പം പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും? പൊട്ടാസ്യം അയഡൈഡും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ലെഡ് അയഡൈഡ് ആവും. ആ ലെഡ് അയഡൈഡ് യെല്ലോ ആണ്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ യെല്ലോ കളർ. സോ ഇതുപോലത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊന്നും നമ്മൾ ഒരു ടെക്സ്റ്റ് മാത്രം വായിച്ചു നോക്കിയത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടത്തില്ല. കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി അത് നമ്മൾ ചെയ്യാൻ നോക്കി. അപ്പൊ ഇപ്പൊ നമുക്ക് ഗൂഗിളൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കി അതിന്റെങ്കിലും കളർ നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇക്വേഷൻസ് ചെയ്ത് പറ്റുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ കളറുകൾ, അതൊക്കെ നമുക്ക് അതിന്റെ അകത്തുള്ള കളറുകൾ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഏതൊക്കെ കളർലെസ് ആയിട്ടുള്ള ഇതുണ്ട്, ഏതൊക്കെ കളറാണ്, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വേറെ ഏതെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ് ബേസിസ് ആണ്. അത് നെക്സ്റ്റ് വീഡിയോസിൽ അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പം ഇതൊക്കെയാണ്.